എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചക്ക വരട്ടുകയാണ്. ഇത് സ്ത്രീകളാരും കാണണ്ട കേട്ടോ. ഇത് പുരുഷന്മാരുടെ ആണുങ്ങളുടെ ചക്ക വരട്ടലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് കുരുവെല്ലാം കളഞ്ഞു എടുത്ത് എല്ലാം റെഡിയാക്കി അരിഞ്ഞ് വെച്ചു. ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം. കണ്ടാനും അരയല്ല, കണ്ടാനും അരിഞ്ഞു കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതുപോലെ. പിന്നീട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ചക്കര പാനിയാക്കണം. അത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ കല്ലും മണ്ണൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ചക്കരയാണ്, എന്നാലും നമ്മൾ അതൊന്ന് പാനിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് അത് വെച്ചിട്ട് അത് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിലത്തേക്ക് വെല്ലം ഇട്ടു. ഓക്കെ, ഇനി അതൊന്ന് ഉരുകി കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കണം. അതുവരെ ഒന്ന് ചെറുതായി ഇളക്കിക്കൊണ്ടിരിക്കണം, അതിൻ്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ. ഇത്തിരി ഏലക്ക എടുത്ത് പൊളിച്ച് അതിൻ്റെ കുരു എടുക്കണം. അതിനകത്തെ അത് എടുത്തിട്ട് നമ്മുടെ ആ പഴയ ഇതിലെ കല്ലില്ലേ, ഈ അരയ്ക്കുന്ന കല്ല്, അതിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ നന്നായിട്ട് പൊടിക്കണം. നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് സംഭവം മാറ്റണം. ശരിക്കും പൊടിയണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഉരുളി നമ്മൾ കഴുകി ഗ്യാസിലേക്ക് വെക്കുകയാണ്. ഇനി നമ്മൾ ആ ക്രഷാക്കി വെച്ച സാധനം, ആ ചക്ക എടുത്ത് അതിലേക്ക് ഇടണം. എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ച ഇതില്ലേ വെല്ലം പാനിയാക്കി അത് അതിലേക്ക് ഒഴിക്കണം. അരിച്ചൊഴിക്കണം, കാരണം അതിനകത്ത് മറ്റേ കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കണം. ഇത് ചൂടി പിടിക്കാതെ ഇളക്കണം. ഇളക്കുന്ന ഒരു പണി, അതിൻ്റെ കീഴെന്ന് മാറാൻ പറ്റത്തില്ല. ചില പണിയുള്ള പണി തന്നെ. ഒരു സ്പൂണ് ജീരകപ്പൊടി ഉണ്ടായിരുന്നു നമുക്ക് കേട്ടോ. അത് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഏലക്കായിലേക്ക് ഇടും. ഇട്ടിട്ട് അത് നന്നായി ഒന്ന് മിക്സാക്കി അവിടെ വെക്കും. അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് വേണം. നല്ല പശുവിൻ്റെ നെയ്യ്, നമ്മുടെ നാടൻ നെയ്യ് തന്നെ, വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അതൊരു 3-4 സ്പൂണ് നമ്മൾ അതിലേക്ക് ഇടണം. ഇട്ടിട്ട് വീണ്ടും നമ്മളങ്ങോട്ട് ഇളക്കണം. നെയ്യുടെ അളവ് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമുക്കുള്ളതുകൊണ്ട് ഞാൻ ഒരു 4-5 സ്പൂൺ ഇട്ടു. പോരാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്നും ഇടാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൊടിയില്ലേ, ജീരകപ്പൊടിയും അതേപോലെ തന്നെ നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും അങ്ങോട്ട് ഇളക്കുകയാണ്. ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം അങ്ങോട്ട് മാറണം. കുറച്ച് സമയം ഇളക്കണം, ശകലം പണിയുണ്ട്, നമ്മൾ കാണുന്ന പോലൊന്നുമല്ല. അങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളമയം അത് പറ്റുന്നതിന് വരെ അത് ഇളക്കണം. ഇതിൻ്റെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി തന്നെ അത് ഇളക്കെങ്കിലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. ഓക്കെ, സാധനം റെഡി ആയിട്ടുണ്ട്. ഇതെടുത്തിട്ട് വെച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവനെ കുപ്പിയിലാക്കും. അങ്ങനെ ഇവനെ കുപ്പിയിലാക്കി കഴിഞ്ഞു. കുപ്പിയിലാക്കിയിട്ട് അത് ശകലം ബാക്കിയുണ്ട്.